Hi friends, welcome to Kerala Tech Academy, Success in Your Hands. So നമ്മൾ ഇന്ന് SSC JEE മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള പവർ സിസ്റ്റം ക്ലാസ് 2ലേക്ക് എത്തിയിരിക്കുകയാണ്. സോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കുറച്ച് ബേസിക്സും അതുപോലെ തന്നെ ഹൈഡൽ ആൻഡ് തെർമൽ പവർ സ്റ്റേഷൻസ് പഠിച്ചു. ഓക്കെ, സോ ഈ ക്ലാസ്സിൽ നമ്മളിന്ന് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. സോ എന്താണ് എ ജനറേറ്റിംഗ് സ്റ്റേഷൻ വിച്ച് ന്യൂക്ലിയർ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഈസ് നോൺ ആസ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. അതായത് ഇപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയർ എനർജീനെ നമ്മൾ എന്തായി മാറ്റുകയാണ്, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഓക്കെ, സോ ഹെവി എലമെൻറ്റ്സ് സച്ച് ആസ് യുറാനിയം ഓർ തോറിയം, സോ ഇത് ഓർത്തിരിക്കട്ടെ, യുറാനിയം 235 അതുപോലെ തോറിയം 232 ആർ സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ ഇൻ എ സ്പെഷ്യൽ അപ്പാരറ്റസ് നോൺ ആസ് എ റിയാക്ടർ. അതായത് നമ്മൾ ന്യൂക്ലിയർ ഫിഷനാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫിഷനാണ്. അത് ശ്രദ്ധിക്കുക, ചോദിക്കും. പലർക്കും അത് ന്യൂക്ലിയർ ഫ്യൂഷനാണോ ഫിഷനാണോ എന്ന് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ഇനി സ്പെഷ്യൽ അപ്പാരറ്റസ് നോൺ ആസ് റിയാക്ടർ. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്കുള്ള ഫ്യൂവല് ഒന്നിക്കൽ യുറാനിയം 235 ആവാം, അല്ലെങ്കിൽ തോറിയം 232 ആവാം. സോ അത് നമ്മൾ ന്യൂക്ലിയർ ഫിഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അതാണൊരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഹീറ്റ് എനർജി ദസ് റിലീസ്ഡ് ഈസ് യൂട്ടിലൈസ്ഡ് ഇൻ റൈസിങ് സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, സോ ഇത് നമ്മൾ കഴിഞ്ഞ തെർമൽ പവർ സ്റ്റേഷൻ്റെ പോലെ തന്നെയാണ്. തെർമൽ പവർ സ്റ്റേഷൻ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കോൾ ബേൺ ചെയ്ത് എന്ത് ചെയ്യുന്നു, ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അത് ഉപയോഗിച്ച് നമ്മൾ സ്റ്റീം ഉണ്ടാക്കുന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ നടത്തി ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയാണ് നമ്മൾ സ്റ്റീം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ സെയിമാണ്. ബാക്കിയൊക്കെ തെർമൽ പവർ സ്റ്റേഷൻ ഏകദേശം സിമിലറാണ്. ഓക്കെ, തെർമൽ സ്റ്റേഷൻ നമ്മൾ കോൾ ബേൺ ചെയ്യുന്നു, ഇവിടെ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ നടത്തിയിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താ പറയുക, ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ റിക്വയർഡ് ഈസ് ക്വയറ്റ് സ്മോൾ. ഇറ്റ് ഹാസ് ലോ റണ്ണിങ് ചാർജസ് ബട്ട് ദ ഫ്യൂവൽ യൂസ്ഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഈസ് ഡിഫിക്കൽട്ട് ടു റിക്കവർ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഓഫ് ഫ്യൂവൽ റിക്വയർഡ് ഈസ് ക്വയറ്റ് സ്മോൾ. അത് നമുക്ക് ചെറിയൊരളവ് ഫ്യൂവലിൽ തന്നെ നമുക്ക് ഒരുപാട് എനർജി ഉണ്ടാക്കാൻ പറ്റും. നമുക്കറിയാം ന്യൂക്ലിയർ ഫിഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ പറയുക, ഒരു ചെയിൻ റിയാക്ഷൻ. അത് വളരെ ഹൈ എനർജി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ്. സോ അതുകൊണ്ട് നമുക്കറിയാം നമുക്ക് റിക്വയർ ചെയ്യുന്ന ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി. നേരെ കുറച്ച് നമ്മൾ തെർമൽ പവർ സ്റ്റേഷനൊക്കെ കോള് ഒക്കെ നമുക്ക് പറഞ്ഞാൽ ഒരുപാട് കോൾ വേണം, എന്നാലും നമുക്ക് ചെറിയൊരു നിശ്ചിത എമൗണ്ട് പവർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ബൾക്ക് എമൗണ്ട് ഓഫ് കോൾ വേണം. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയർ ഫ്യൂവൽ എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഫ്യൂവൽ മതി. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതിൻ്റെ റണ്ണിങ് ചാർജ് വളരെ കുറവാണ്. ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ റണ്ണിങ് ചാർജസ് വളരെ കുറവാണ്. പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ എന്താ, ദ ഫ്യൂവൽ യൂസ്ഡ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഈസ് ഡിഫിക്കൽട്ട് ടു റിക്കവർ. നമ്മൾ ഉപയോഗിക്കുന്ന ഈ യുറാനിയം അല്ലെങ്കിൽ തോറിയം എന്ന് പറഞ്ഞ ഫ്യൂവല് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെന്താ പറയുക, വളരെ എക്സ്പെൻസീവാണ്. സോ അതിൻ്റെ ആ ഇനീഷ്യൽ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷന് വളരെ കൂടുതലായിരിക്കും. പക്ഷേ അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും. കാരണം എന്താ, നമുക്ക് വളരെ കുറച്ച് ഫ്യൂവൽ മതി. ഓക്കെ, സോ ഇത് മനസ്സിലായിട്ട് വിചാരിക്കണം. നമുക്ക് നോക്കാം ന്യൂക്ലിയർ റിയാക്ടർ. ഓക്കെ, ഈ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് ന്യൂക്ലിയർ. അതായത് ഈ ഒരു എന്താ പറയുക, ഒരു സിലിണ്ടറിക്കൽ ബോക്സ് ആണ് എന്താ പറയുക നമ്മൾ ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും, ഇതാണ് യുറാനിയം ഫ്യൂവൽ റോഡുകൾ, യുറാനിയം റോഡുകളുണ്ട്. അതുപോലെ ഇവിടെ മോഡറേറ്ററുകളുണ്ട്. ഇതാണ് മോഡറേറ്റേഴ്സ് എന്ന് പറയുന്നത്, ഗ്രാഫൈറ്റ് ഉണ്ടാക്കിയ മോഡറേറ്റേഴ്സ്. ഇതാണ് കൺട്രോൾ റോഡുകൾ. ഇതൊക്കെ ഇതൊക്കെയാണ് ഒരു റിയാക്ടറിനകത്തുള്ള മെയിൻ 3 കമ്പോണൻസ്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു കൂളൻ്റ് നമ്മളിതിലേക്ക് കൂടെ സർക്കുലേറ്റ് ചെയ്യിക്കും. ഓക്കെ, സോ ഇവിടെ ഈ കൂളൻ്റ് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റും വാട്ടറാണ് ഇത് ഫിൽ ചെയ്യുന്നത്. സോ ഈ കൂളൻ്റ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഹീറ്റ് എനർജി മൊത്തം, അതായത് ഈ ന്യൂക്ലിയർ ഫിഷൻ മൂലം ഉണ്ടാകുന്ന ഹീറ്റ് എനർജി മൊത്തം ഈ കൂളൻ്റ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതെന്ത് ചെയ്യും, അത് ഇവിടെ എത്തുമ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ വാട്ടറിലേക്ക് ആ ഹീറ്റ് പാസ് ചെയ്യും. കൂളൻ്റ് പിന്നെയും എന്താ പറയുക, അതിൻ്റെ ഹീറ്റ് നഷ്ടപ്പെട്ട് ആദ്യം ഇതിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്നു. സോ ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ ഇതിൻ്റെ ഫങ്ഷനിങ്. ഓക്കെ, സോ ഈ ചൂട് കാരണം ഈ വാട്ടർ എന്താവും, സ്റ്റീം ആവും. ഈ സ്റ്റീം നമ്മൾ ഔട്ട്പുട്ട് ടർബൈനിലേക്ക് കൊടുക്കുന്നത്. അത് നമ്മളെന്താ കഴിഞ്ഞ ക്ലാസ് പഠിച്ച തെർമൽ പവർ സ്റ്റേഷൻ പോലെ തന്നെയാണ്. ഓക്കെ, നമുക്കിനി ഇതിനകത്തുള്ള ഓരോ കമ്പോണൻസും പാർട്സൊക്കെ നോക്കാം. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ചെർണോബിൽ സീരീസ് ആണെങ്കിൽ ഇത് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്തുള്ള കൺട്രോൾ റോഡുകളൊക്കെ അതിനകത്ത് കാണിക്കേണ്ട സീരീസിനകത്ത് ഇങ്ങനെ താഴ്ന്നും പൊന്തുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നതൊക്കെ ഈ കൺട്രോൾ റോഡ്സാണ്. ഓക്കെ, സോ എന്താണ് ഒരു ന്യൂക്ലിയർ റിയാക്ടർ എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എൻ അപ്പാരറ്റസ് ഇൻ വിച്ച് ന്യൂക്ലിയർ ഫ്യൂവൽ ഈസ് സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ. ഓക്കെ, ഇറ്റ് കൺട്രോൾസ് ദ ചെയിൻ റിയാക്ഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് വൺസ് ദ ഫിഷൻ ഈസ് ഡൺ. അതായത് ഞാൻ പറഞ്ഞു, നമ്മളെന്ത് ചോദിച്ചാൽ നമ്മൾ ന്യൂക്ലിയർ യുറാനിയം 235, ആ യുറാനിയം 235 നമ്മൾ ഒരു ന്യൂട്രോൺ ഉപയോഗിച്ച് ബോംബാർഡ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ന്യൂട്രോൺ ഉപയോഗിച്ച് അതിനെ കൂട്ടിയിടിപ്പിക്കുകയാണ്. സോ അങ്ങനെ കൂട്ടിയിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു
ഇതിൻ്റെ ന്യൂക്ലിയസ് ഒന്നുള്ളത് എന്തായി മാറും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ഓക്കെ, ഒന്നുള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ന്യൂട്രോൺ കൊണ്ട് ഇതിനെ വന്ന് ഇടിക്കുമ്പോൾ, ഓക്കെ, ഒരു ന്യൂട്രോൺ ഇതിനെ ഇടിക്കുമ്പോൾ ഇതൊന്നുള്ളത് രണ്ടായി സ്പ്ലിറ്റ് ആവും. സോ ഈ ഒരു പ്രോസസ്സിലൂടെ എന്ത് സംഭവിക്കും, ഒരു ഹൈ എനർജി ജനറേറ്റ് ചെയ്യും. ആ ഇക്വേഷനാണ് നമ്മളെ ഫേമസ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് E=mc². E=mc² എന്ന ഇക്വേഷൻ വെച്ചാണ് ഇത് എനർജി എത്രയാണ് റിലീസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെ നമ്മളൊരു ന്യൂട്രോൺ കൊണ്ടുവന്ന് ഈ ഒരു യുറാനിയം ആറ്റം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ബോംബാർഡ് ചെയ്യുമ്പോൾ അത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ ഉണ്ടായ പിന്നെന്ത് ചെയ്യും, പിന്നെയും അത് വീണ്ടും ഒരുപാട് കൂട്ടിയിടികൾ സംഭവിച്ച് വീണ്ടും ആ ഫിഷൻ നടന്നുകൊണ്ടിരിക്കും. സോ 1, 2, 2, 4 അങ്ങനെ അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് വിളിക്കുക, ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കുക. അതായത് ഈ ഒരു റിയാക്ഷൻ എന്താ പറയുക, അത് സ്റ്റോപ്പ് ആവില്ല. അതിങ്ങനെ എന്താ പറയുക, നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അൺകൺട്രോളബിൾ ആയിട്ട് ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫൈനലി എന്താ പറയുക, നമ്മൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ കൂടുതലായി കഴിഞ്ഞാൽ അതൊരു എക്സ്പ്ലോഷനിൽ ഉണ്ടാവും. ഓക്കെ, സോ ഒന്നുകൂടി വായിക്കാം. ഇറ്റ്സ് എൻ അപ്പാരറ്റസ് ഇൻ വിച്ച് ദ ന്യൂക്ലിയർ ഫെയിൽ ഈസ് സബ്ജക്റ്റഡ് ടു ന്യൂക്ലിയർ ഫിഷൻ. ഇറ്റ് കൺട്രോൾസ് ദ ചെയിൻ റിയാക്ഷൻ ദാറ്റ് സ്റ്റാർട്ട്സ് വൺസ് ദ ഫിഷൻ ഈസ് ഡൺ. പിന്നെ എന്താ പറയുന്നത്, ഇറ്റ് ഹൗസസ് ദ ഫ്യൂവൽ റോഡ്സ്, മോഡറേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ റോഡ്സ്. സോ ഇതിൻ്റെ മെയിൻ ഒരു ന്യൂക്ലിയർ റിയാക്ടറിനകത്തുള്ള മെയിൻ 3 കമ്പോണൻസ് പറയുന്നത് ഫ്യൂവൽ റോഡുകൾ, മോഡറേറ്റേഴ്സ് ആൻഡ് കൺട്രോൾ റോഡ്സ്. ഓക്കെ, ദ ഫ്യൂവൽ റോഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിഷൻ മെറ്റീരിയൽ. അത് ഫ്യൂവൽ റോഡിനകത്ത് എന്താ ഉണ്ടാവുക, നമ്മൾ ഫിഷൻ ചെയ്യുന്ന മെറ്റീരിയൽ, അത് യുറാനിയമാണ്. യുറാനിയം നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന എലമെൻറ്റ് പറഞ്ഞാൽ യുറാനിയം റേഡിയോ ആക്റ്റീവ് എലമെൻ്റാണ്, 235 ആണ്. ചില കേസിൽ നമ്മൾ തോറിയം 232 ഐസോട്ടോപ്പ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ എന്താ പറയുന്നത്, ദ ഫ്യൂവൽ റോഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിഷൻ മെറ്റീരിയൽ ആൻഡ് റിലീസ് ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി വെൻ ബൊംബാർഡഡ് വിത്ത് എ സ്ലോ മൂവിങ് ന്യൂട്രോൺ. ഓക്കെ, അതൊരു സ്ലോ മൂവിങ് ന്യൂട്രോണായിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അങ്ങനെ പിന്നെയും ആ റിയാക്ഷൻ തുടർന്നുകൊണ്ട് പോകുമ്പോൾ അതൊരു ചെയിൻ റിയാക്ഷനായിട്ട് മാറും. അങ്ങനെ ഇത് ഓരോന്ന് സ്പ്ലിറ്റ് ആകുമ്പോഴും ഒരു ഇനോർമസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ ഹീറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളൻ്റ് വഴി അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ നമ്മൾ പഠിച്ചു. ഫ്യൂവൽ എന്തൊക്കെയാവാം, യുറാനിയം ആവാം അല്ലെങ്കിൽ തോറിയം ആവാം. അതിൻ്റെ ഈ നമ്പർ ശ്രദ്ധിക്കട്ടെ, 235. ചിലപ്പോൾ ഓപ്ഷനൊക്കെ 232, 234 അങ്ങനെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെയുള്ള എന്താണ്, അടുത്താണ് മോഡറേറ്റർ. എന്താണ് മോഡറേറ്റർ? The moderator consists of graphite rods which enclose the fuel rods. The moderator slows down the neutrons before they bombard the fuel rodകൾ. അതായത് നമ്മൾ പിക്ചറിൽ കാണുമ്പോൾ നമ്മൾ ഫ്യൂവൽ റോഡുകൾ ഇവിടെ പ്ലേസ് ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് വെച്ചാൽ ഒരു മോഡറേറ്റർ പ്ലേസ് ചെയ്യും. അതൊരു ഗ്രാഫൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മോഡറേറ്ററാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യാറ്. സോ എന്താണ് ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ, ദ മോഡറേറ്റർ സ്ലോസ് ഡൗൺ ദ ന്യൂട്രോൺസ് ബിഫോർ ദേ ബോംബാർഡ് ദ ഫ്യൂവൽ റോഡ്. അതായത് ഈ ഫ്യൂവൽ റോഡുകളിൽ വന്ന് ഈ ന്യൂട്രോൺ ഇടിക്കുന്ന സ്പീഡ് ഈ ഗ്രാഫൈറ്റ് കൺട്രോൾ ചെയ്യും. അങ്ങനെ നമുക്ക് എന്താ പറയുക, കുറച്ച് കൺട്രോൾഡ് ആയിട്ട് ഈ ചെയിൻ റിയാക്ഷൻ കൊണ്ടുപോകാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മോഡറേറ്റർ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്, നമ്മൾ ഗ്രാഫൈറ്റ് കൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഉണ്ടാക്കാറ്. അതല്ലെങ്കിൽ നമ്മൾ ഹെവി വാട്ടർ അല്ലെങ്കിൽ ബെറിലിയം എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ 2 മെറ്റീരിയലും ഈ ഗ്രാഫൈറ്റിന് പകരം നമുക്ക് ഉപയോഗിക്കാം. സോ അത് ഓപ്ഷനിൽ മിക്കവാറും ഈ ബെറിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം, അത് ശ്രദ്ധിക്കുക. ഗ്രാഫൈറ്റ് അല്ലെങ്കിൽ ബെറിൽ അല്ലെങ്കിൽ ഹെവി വാട്ടർ നമുക്ക് മോഡറേറ്ററായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അടുത്ത പാർട്ടാണ് ദ കൺട്രോൾ റോഡ്സ്. ദ കൺട്രോൾ റോഡ്സ് ഓഫ് കാഡ്മിയം ആൻഡ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ റിയാക്ടർ. അത് നിങ്ങൾ ആ ചെർണോബിലിൻ്റെ സീരീസ് കണ്ടവരൊക്കെ അറിയാൻ പറ്റും. നമ്മളൊരു എന്താ പറയുക, ഒരു സർക്കുലർ ഭാഗത്ത് കുറേ ഇതുപോലെ സിലിണ്ടറിക്കൽ ബ്ലോക്സ് ഇങ്ങനെ സ്ക്വയർ പോലത്തെ കട്ടകൾ കാണാൻ പറ്റും. അതിങ്ങനെ ഉയർന്നും താഴ്ന്നുകൊണ്ടിരുന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ കൺട്രോൾ റോഡുകൾ എന്ന് വിളിക്കാം. സോ കൺട്രോൾ റോഡ്സ് ആർ ഓഫ് കാഡ്മിയം ആൻഡ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ റിയാക്ടർ. കാഡ്മിയം ഈസ് സ്ട്രോങ് ന്യൂട്രോൺ അബ്സോർബർ ആൻഡ് ദസ് റെഗുലേറ്റ്സ് ദ സപ്ലൈ ഓഫ് ന്യൂട്രോൺസ്. അതായത് നമ്മൾ മോഡറേറ്റർ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഈ ന്യൂട്രോണിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡറേറ്റർ ഉപയോഗിക്കുന്നത്. പക്ഷേ കൺട്രോൾ റോഡുകൾ ചെയ്യുന്നത് വെച്ചാൽ അത് ന്യൂട്രോണിനെ വലിച്ചെടുക്കും. അതായത് എക്സസ് ന്യൂട്രോൺ വരുമ്പോൾ, സപ്പോസ് ഒരുപാട് ന്യൂട്രോൺ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ ഇതിൻ്റെ റിയാക്ഷൻ വീണ്ടും കൂടും. സോ നമ്മൾ ഈ കാഡ്മിയം റോഡുകൾ നമ്മൾ കുറച്ചും കൂടി ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ ന്യൂട്രോണുകളെ അബ്സോർബ് ചെയ്യും, ഈ കാഡ്മിയം എന്ന് പറഞ്ഞ സാധനം. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിയാക്ഷൻ കുറക്കാൻ പറ്റും. സോ നമ്മൾ ന്യൂട്രോണുകൾ കൂടുതൽ അബ്സോർബ് ചെയ്താൽ പിന്നെ നമ്മൾ ബൊംബാർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ന്യൂട്രോണിൻ്റെ അളവ് കുറയും, അങ്ങനെ റിയാക്ഷൻ കുറയും. സോ ഈ ഒരു കാഡ്മിയം കൺട്രോൾ റോഡുകൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ചെയിൻ റിയാക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ അത് എന്താ പറയുക, അത് ഇൻഫിനിറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഓവർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇത് എക്സ്പ്ലോഷൻ ഉണ്ടാകും ഈ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിനകത്ത്. ഓക്കെ, ആൻഡ് ദസ് റെഗുലേറ്റ് ദ സപ്ലൈ ഓഫ് ന്യൂട്രോൺസ് ഫോർ ഫിഷൻ. സോ ഇത്
ഒന്നുകിൽ കാഡ്മിയം ആവാം, അല്ലെങ്കിൽ നമ്മൾ ബോറോൺ കൺട്രോൾ റോഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, കൺട്രോൾ റോഡ്സ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ഓഫ് ബോറോൺ അല്ലെങ്കിൽ കാഡ്മിയം, അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറഞ്ഞത്, ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ടർ ഈസ് റിമൂവ്ഡ് ബൈ ദ കൂളൻറ്റ്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതെന്താ, ഈ ഹീറ്റ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്യും. സോ ഹീറ്റ് നമ്മൾക്ക് എന്ത് ചെയ്യും, ഈ കൂളൻ്റ് ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ഹീറ്റ് കൂളൻ്റ് വലിച്ചെടുക്കും. സോ ആ കൂളൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ജനറലി യൂസ്ഡ് ആണ് നമ്മൾ സോഡിയം മെറ്റലാണ്. നമ്മൾ അത് ലിക്വിഡ് സോഡിയമാണ് നമ്മൾ ഉപയോഗിക്കാറ് കൂളൻ്റായിട്ട്. അതല്ല എങ്കിൽ ഹെവി വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഒന്നിക്ക് സോഡിയം, ലിക്വിഡ് സോഡിയം അല്ലെങ്കിൽ ഹെവി വാട്ടർ, ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ഈ കൂളൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് സാധനം. ഓക്കെ, സോ നമ്മളിത് പഠിക്കേണ്ടത് വെച്ചാൽ ഓരോ ഇതിൻ്റെയും ഫങ്ഷൻസ് പഠിക്കുക. എന്താണ് മോഡറേറ്റർ, എന്താണ് കൺട്രോൾ റോഡ് ചെയ്യുന്നത്, എന്താണ് ഈ പറഞ്ഞ ഫ്യൂവൽ റോഡ് ചെയ്യുന്നതിൻ്റെ ഫങ്ഷൻ പഠിക്കുക. അതുകൂടാതെ എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്, അത് കൺട്രോൾ റോഡ് എന്ത് വെച്ചാണ് ഉണ്ടാക്കുന്നത്, ഏത് മെറ്റീരിയലാണ് കൂളൻ്റ് ഉപയോഗിക്കുന്നത്, ഈ 2 കാര്യങ്ങൾ പഠിച്ചാൽ മാത്രം മതി. വേറെ നമ്മൾ ഓവറായിട്ടൊന്നും പഠിക്കണ്ട. ഇതാണ് മിക്കവാറും ക്വസ്റ്റ്യൻ വരാറ് ഈ ഒരു പാർട്ടിൽ നിന്ന്. ഓക്കെ, സോ നമുക്ക് 3 മേജർ പവർ സ്റ്റേഷൻസ് നമ്മൾ പഠിച്ചു. പിന്നെ നമുക്കുള്ളത് ചെറിയ ചെറിയ ഗ്യാസ്, ഡീസൽ, സോളാർ, വിൻഡ്, അതൊക്കെയാണ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, സോ അതിലേക്ക് പോകുന്നില്ല. ഇനി നമുക്കുള്ളത് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആൻഡ് ഫാക്ടേഴ്സ്. ഇത് മിക്കവാറും 1-2 ചോദ്യങ്ങൾ ഷുവർ, 100% ഗ്യാരണ്ടി 1-2 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടാവും. നമുക്ക് ആദ്യം കുറച്ച് ടേംസ് പരിചയപ്പെടാം ഈ ഫാക്ടേഴ്സ് പഠിക്കുന്നതിന് മുമ്പേ. ആദ്യത്തെ ടേമാണ് ലോഡ് കർവ്. ദ കർവ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ദ പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അതായത് നമ്മളിപ്പോൾ ഒരു കർവ് വരയ്ക്കണം. എന്താണ്, സപ്പോസ് ഇതൊരു ഒരു ഗ്രാഫാണ് വരയ്ക്കുക. ഓക്കെ, ഈ ആക്സിസിൽ ടൈം ഉണ്ടാകും. ഇവിടെ നമ്മുടെ ലോഡ് എത്ര മെഗാവാട്ട് ലോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിനാണ് നമ്മൾ എന്താ പറയുക, ലോഡ് കർവ്. അതിങ്ങനെ ഓരോ ദിവസം വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ സപ്പോസ് ഒരു ദിവസം നമ്മൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ലോഡ് കർവ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇതുപോലെ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അതിന് നമ്മുടെ ലോഡിൻ്റെ യൂസേജ് അനുസരിച്ചിരിക്കും ആ ലോഡ് കർവ്. സോ ഒരു പവർ സ്റ്റേഷനിൽ എന്താണ് ഷോയിങ് ദ വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ദ പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ടൈം. അതാണ് ലോഡ് കർവ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, ദ ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് ഗിവ്സ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ ദ ഡേ. അതായത് നമ്മളെ ഇവിടുത്തെ ഏരിയ വെച്ചാൽ എന്താ, ഈ ലോഡ് ഇൻറ്റു ഈ ടൈം, അതാണ് ഇവിടുത്തെ ഏരിയ പറയുന്നത്. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗിവ്സ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റ്. അത് എത്ര യൂണിറ്റ് ആ പവർ പ്ലാന്റ് ജനറേറ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് മതി, ഈ ലോഡ് കർവ്. നമുക്കറിയാം ഇത് മെഗാവാട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ കിലോ വാട്ട് ആണെങ്കിൽ ഇൻറ്റു ടൈം ഹവറിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, കിലോ വാട്ട് അവർ അല്ലെങ്കിൽ മെഗാവാട്ട് ഹവർ എന്നുള്ള യൂണിറ്റ് കിട്ടും. സോ അതാണ് എന്ത്, നമുക്കറിയാം ഒരു യൂണിറ്റ് വെച്ചാൽ 1 കിലോ വാട്ട് അവറാണ്. സോ അതിൽ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് ഗിവ്സ് ഡാഷ് എന്നിട്ട് 4 ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഉത്തരം എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ്. ഓക്കെ, പിന്നെന്താണ് ആവറേജ് ലോഡ്. ആവറേജ് ലോഡ് എന്താ പറയുന്നത്, ദ ഏരിയ അണ്ടർ ദ ഡെയിലി ലോഡ് കർവ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ഹവേഴ്സ് ഗിവ്സ് ദ ആവറേജ് ലോഡ് ഓൺ ദ സ്റ്റേഷൻ ഡേ. അതായത് നമ്മൾ എത്ര യൂണിറ്റാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് പെർ എത്ര മണിക്കൂർ നമ്മൾ എടുക്കുന്നത്. മണിക്കൂർ ആവുകയാണെന്നില്ല, അത് ഡെയിലി ആവറേജ് ലോഡ് ഉണ്ട് അല്ലെങ്കിൽ മന്ത്ലി ആവറേജ് ലോഡ് ഉണ്ട്. സോ മന്ത്ലി ആവറേജ് ലോഡ് പറയുമ്പോൾ എന്താ, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ മന്ത്. ഇവിടെ ഈ ഡേക്ക് പകരം ഒരു മന്ത് ആയിരിക്കും. ഡിവൈഡ് ബൈ ഒരു മന്തിൽ എത്ര ഹവേഴ്സ് ഉണ്ട് വെച്ചാൽ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് 24 hours ഇൻറ്റു 30 അല്ലെങ്കിൽ 31. ഇനി ഇയർലി ആവറേജ് ലോഡ് ഉണ്ട്. ഇയർലി ആവറേജ് ലോഡ് വെച്ചാൽ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു ഡിവൈഡഡ് ബൈ എത്രയാണ്, അപ്പോൾ 24 hour ഇൻറ്റു 30 ഇൻറ്റു എത്ര മന്ത്സാണ്, 12 months. സോ ഒരു വലിയ എമൗണ്ട് ഡിനോമിനേറ്ററിൽ വരും, അറൗണ്ട് 8000 സംതിങ് അവേഴ്സ് വരും. സോ അങ്ങനെ നമ്മൾ ആവറേജ് ലോഡ് വരുമ്പോൾ ഡെയിലി ആവറേജ് ലോഡാവാം, മന്ത്ലി ആവറേജ് ലോഡാവാം, അല്ലെങ്കിൽ ഇയർലി ആവറേജ് ലോഡാവാം. സോ അതിനനുസരിച്ച് എന്താ പറയുക, നമ്മൾ ഈ ഒരു വാല്യൂവും മാറുന്നു മാത്രം. അതുപോലെ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഇൻ എ ഡേ മാറി മന്ത് ആവും. ഇനി ഇയർലി ആണെങ്കിൽ മന്ത് മാറി ഇയർ ആവും. ഇവിടെ അതുപോലെ ഹവേഴ്സ് നമ്മളനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ആവറേജ് ലോഡ്. പിന്നെന്താണ് മാക്സിമം ഡിമാൻഡ്. അതെന്താ, ദ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ഡെയിലി ലോഡ് കർവ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ മാക്സിമം ഡിമാൻഡ് ഓൺ ദി സ്റ്റേഷൻ ദാറ്റ് ഡേ. അതായത് നമ്മൾ ലോഡ് കർവ് വരച്ചല്ലോ. സപ്പോസ് ഇതാണ് ഒരു ജനറേറ്റ് സ്റ്റേഷൻ ലോഡ് കർവ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇത് ഒരു ദിവസത്തെ കർവാണെന്ന് വിചാരിക്കുക. 24 hours ഒരു കർവാണിത്, പവർ ജനറേറ്റഡ്, ഇത് ടൈം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മാക്സിമം പീക്ക് പോയിൻ്റ് ഉണ്ടോ, ഈ പീക്ക് പോയിൻ്റാണ് നമ്മൾ എന്ത് വിളിക്കുക, മാക്സിമം ഡിമാൻഡ് വിളിക്കുക. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഒരു ഇയറിൽ എന്തുവാവാം, എത്രയാണ് അതിൻ്റെ പീക്ക് ഡിമാൻഡ് എത്രയാണെന്ന് വെച്ചാൽ ഈ ലോഡ് കറിൻ്റെ പീക്ക് എന്താണോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക, മാക്സിമം ഡിമാൻഡ് എന്ന് വിളിക്കുക.
ഓക്കെ, ഇതൊക്കെ സിമ്പിൾ ടേംസ് ആണ്, നമ്മൾ ജസ്റ്റ് ഫാക്ടർ പഠിക്കുന്നതിന് മുമ്പേ നമ്മൾ യൂസ് ചെയ്യുന്നത് മാത്രം ഒരു പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. അടുത്തെന്താ കണക്റ്റഡ് ലോഡ്. ഇറ്റ് ഈസ് ദ സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ്സ് ഓഫ് ഓൾ ദ എക്യുപ്മെൻറ്റ്സ് കണക്റ്റഡ് ടു ദ സപ്ലൈ സിസ്റ്റം. കണക്ട് ലോഡ് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ വീടുകളിലിപ്പോൾ എന്താ പറയുക, ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ഫാൻ ഉണ്ട്, ലൈറ്റ് ഉണ്ട്, അതുപോലെ AC, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. സോ അതിനൊക്കെ നമ്മൾ സമ്മ് ചെയ്തിട്ടുള്ള ടോട്ടൽ എത്ര, സപ്പോസ് എൻ്റെ വീട്ടിലിപ്പോൾ ഒരു 5000 വാട്ട് അല്ലെങ്കിൽ 5 കിലോ വാട്ടിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് ഒക്കെ, ലൈറ്റും ഫാനും ഒക്കെ കൂടി, അതിനാണ് നമ്മൾ എന്താ പറയുക കണക്റ്റഡ് ലോഡ് എന്ന് പറയുക. അത് വർക്ക് ചെയ്യുന്ന ലോഡാവണമെന്നില്ല, എന്തോ വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യാത്തത് എന്തോ ആയിക്കോട്ടെ, നമ്മളെ വീടുകളിൽ എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനാണ് നമ്മൾ കണക്റ്റഡ് ലോഡ് പറയാം. ഓക്കെ, നമ്മൾ സം ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ ലോഡ്സ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ബൾബിന് സപ്പോസ് ഒരു LED ബൾബിന് ഒരു 10 വാട്ട്, ഇനിയിപ്പോൾ ഫാൻ ആണെങ്കിൽ ഒരു 50-60 വാട്ട്, ഇനി ഒരു AC ആണെങ്കിൽ മേ ബി ലൈക്ക് ഒരു 500 വാട്ട്സ്. അങ്ങനെ നമ്മൾ ഓരോ ലോഡും ഓരോ ഇൻഡിവിജ്വൽ ലോഡിനെയും സം എടുത്തിട്ട് കിട്ടുന്ന നമ്മൾ ഫൈനൽ വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുക കണക്റ്റഡ് ലോഡ് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു 4-5 ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് ഡിമാൻഡ് ഫാക്ടർ. എന്താണ് ഡിമാൻഡ് ഫാക്ടർ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാക്സിമം ഡിമാൻഡ് ഓൺ ദ പവർ സ്റ്റേഷൻ ടു ഇറ്റ്സ് കണക്റ്റഡ് ലോഡ്. അതായത് ഒരു പവർ ജനറേറ്റഡ് സ്റ്റേഷൻ്റെ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. കണക്റ്റഡ് ലോഡ് ഞാൻ പറയും എന്താ, ഇപ്പോൾ സപ്പോസ് ഒരു ഏരിയ എടുത്തു, ഞാനൊരു ചെറിയ ടൗൺ എടുത്തു, ആ ടൗണിൻ്റെ കണക്റ്റഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? സപ്പോസ് ഒരു 1000 കിലോ വാട്ടാണെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു മെഗാവാട്ടാണെന്ന് വെക്കാം. സോ മാക്സിമം ഡിമാൻഡ് എത്രയായിരിക്കും? മാക്സിമം ഡിമാൻഡ് വെച്ചാൽ ഈ പറഞ്ഞ 1000 മെഗാവാട്ട് ഉണ്ടാവുമോ? ഇല്ല, അത് മിക്കവാറും സപ്പോസ് നമ്മൾ എൻ്റെ വീട്ടിൽ ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് 5 കിലോ വാട്ടാണ്. 5 കിലോ വാട്ടാണ്. സോ മാക്സിമം ഡിമാൻഡ് പറഞ്ഞാൽ മാക്സിമം ബൈ 5 കിലോ വാട്ട് ആവാം. 5 കിലോ വാട്ട് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാ ലൈറ്റും, എല്ലാ ഫാനും, ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ, എല്ലാ എക്യുപ്മെൻറ്റ്സും ഞാൻ അറ്റ് എ ടൈം ഓൺ ആക്കിയാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ മാക്സിമം ഡിമാൻഡ് കണക്റ്റഡ് ലോഡിന് ഈക്വൽ ആവുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഡെയിലി ബേസ് നമ്മൾ ഒരു റിയൽ ലൈഫ് നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ അറ്റ് എ ടൈം നമ്മുടെ വീടുകളിൽ എല്ലാ ലോഡും നമ്മൾ ഓൺ ആക്കിയിടും. ഇല്ല, നമുക്ക് ആവശ്യമുള്ള ചുരുക്കം കുറച്ച് ലോഡുകൾ, ഫാൻ ആവാം, ലൈറ്റ് ആവാം, ചിലപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മൾ AC ഉപയോഗിക്കും, അല്ലെങ്കിൽ വൈകിട്ടാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീനോ അതൊക്കെ ഉപയോഗിക്കും. സോ അതൊക്കെ എന്താ പറയുക, ഓരോ ടൈം അനുസരിച്ച് വേരി ചെയ്യും നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ എന്താ പറയുക മാക്സിമം ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വൈകിട്ട് സമയത്ത് നമ്മൾ എന്താ പറയുക, നമ്മുടെ മിക്സി, ഗ്രൈൻഡർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ അതുപോലെ എല്ലാ ലോഡുകളും നമ്മൾ ഉപയോഗിക്കും. അപ്പോഴാണ് മിക്കവാറും മാക്സിമം ഡിമാൻഡ് വരാറ്. സോ അതാണ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ കണക്റ്റഡ് ലോഡ് വരുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ വീടുകളിൽ എത്ര ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ അതിൻ്റെ സം, അതിനാണ് കണക്റ്റഡ് ലോഡ്. സോ ഈ ഒരു റേഷ്യോ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിമാൻഡ് ഫാക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്താണ് ലോഡ് ഫാക്ടർ. ലോഡ് ഫാക്ടർ ദ റേഷ്യോ ഓഫ് ആവറേജ് ലോഡ് ടു ദ മാക്സിമം ഡിമാൻഡ് ഡ്യൂറിങ് എ ഗിവൻ പീരീഡ് ഈസ് നോൺ ആസ് ലോഡ് ഫാക്ടർ. ഓക്കെ, അതായത് ആവറേജ് ലോഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ്. അത് നമുക്ക് ഒരു ഗിവൺ പീരീഡാണ്. അത് ലോഡ് ഫാക്ടർ നമ്മൾ പറയാം, ഒന്നിക്ക് 24 hours അല്ലെങ്കിൽ 1 month അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 1 week, എന്താണോ വെച്ചാൽ അതിനനുസരിച്ച് വാല്യൂ മാറും. ഓക്കെ, സപ്പോസ് ഞാൻ ഒരു ഇയർ എടുക്കുകയാണ് വെച്ചാൽ, ഒരു ഇയറിൽ നമുക്കറിയാം മാക്സിമം ഡിമാൻഡ് സപ്പോസ് ഇപ്പോൾ നമുക്കൊരു യൂഷ്വലി നമ്മൾ പറയാറ് ജനറേറ്റഡ് സ്റ്റേഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമ്മുടെ വീടുകളിലെ കാര്യം വേണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കുറച്ചുകൂടി ഈസിയായിട്ട് മനസ്സിലാവും. ഒരു വീടുകളിൽ നമ്മുടെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്പോസ് ഒരു 1000 വാട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, സപ്പോസ് ഇവിടെ ആവറേജ് ലോഡ് എന്ന് പറയുമ്പോൾ എത്രയായിരിക്കാം? ആവറേജ് ലോഡ് നമ്മൾ ടോട്ടൽ നമ്മൾ ഉപയോഗിക്കുന്ന ലോഡ് കർവ് ഉണ്ടല്ലോ, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ലോഡ് കർവ്. സോ ഇവിടെ നമ്മൾ പറഞ്ഞ ആവറേജ് ലോഡ് എന്താ? ആവറേജ് ലോഡ് ഇതാണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് ജനറേറ്റഡ് ഇൻ എ ഡേ, അല്ലെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൺസ്യൂംഡ് പെർ നമ്മൾ എത്ര ടൈം പീരീഡാണ് ഉദ്ദേശിച്ചത്. ഒരു ഡേ ആണെങ്കിൽ നമ്മൾ 24 hours പറഞ്ഞു. സോ അത് ഡിവൈഡ് ബൈ ആ മാക്സിമം ഡിമാൻഡ്, നമ്മൾ ആ ഒരു ദിവസത്തെ മാക്സിമം ഡിമാൻഡ് എത്ര വെച്ചാൽ അതാണ് ലോഡ് ഫാക്ടർ എന്ന് വിളിക്കുക. ഓക്കെ, ഇനിയാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതെന്താ? ദ റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ടു ദ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. അതായത് സപ്പോസ് നമ്മളിപ്പോൾ ഒരു ജനറേഷൻ സ്റ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ ജനറേഷൻ സ്റ്റേഷനായിട്ട് നമുക്ക് 2-3 ഏരിയാസ് വരുന്നുണ്ട് വെക്കാം. സപ്പോസ് ഒരു ഏരിയ, ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, ഒരു ഡൊമസ്റ്റിക്, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്. സോ ഇവിടെയൊക്കെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് വേറെ ആയിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. സപ്പോസ് ഇതിൻ്റെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഒരു വാല്യൂ ഉണ്ടാവും, ഇതിൻ്റെ ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് വേറൊരു വാല്യൂ ആയിരിക്കും. പിന്നെ എന്താ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? ഇത് രണ്ടും കൂടിയിട്ട് നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ഒരു ഡിമാൻഡ് എത്രയാണ്, അതാണ് മാക്സിമം ഡിമാൻഡ്. ഓക്കെ, സോ ഇതിൻ്റെ സമ്മ്, ഈ ഓരോ ഇൻഡിവിജ്വൽ ഡിമാൻഡ് സമ്മ് ഡിവൈഡ് ബൈ ഈ ടോട്ടലിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്നുള്ള വാല്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് വിളിക്കാം. ഓക്കെ,
സോ ഡിമാൻഡ് ഫാക്ടർ എന്ന് വെച്ചാൽ മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്, അതുപോലെ ലോഡ് ഫാക്ടർ വെച്ചാൽ ആവറേജ് ലോഡ് ബൈ മാക്സിമം ഡിമാൻഡ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ വെച്ചാൽ സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്സ് ബൈ മാക്സിമം ഡിമാൻഡ് ഓൺ പവർ സ്റ്റേഷൻ. സോ ഇതൊക്കെ വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. മേ ബി ഇതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, സിമ്പിളായിട്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തിടുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, അത് നോക്കുക. ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ നമുക്കിനകത്ത്. അത് ഈ എന്താണ് ഓരോ ലോഡ് കർവ് എന്താണ്, ആവറേജ് ലോഡ് എന്താണ്, മാക്സിമം ഡിമാൻഡ് എന്താണൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ ഈ ഓരോ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് മേ ബി സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം, വളരെ സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ ഇത് പഠിച്ചാൽ ഉറപ്പായിട്ട് 1-2 മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. പിന്നെയുള്ളതാണ് പ്ലാന്റ് യൂസ് ഫാക്ടർ. പ്ലാന്റ് യൂസ് ഫാക്ടർ വെച്ചാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് കിലോ വാട്ട് ഹവർ ജനറേറ്റഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് ദി പ്ലാന്റ് കപ്പാസിറ്റി ആൻഡ് ദി നമ്പർ ഓഫ് ഹവേഴ്സ് ഫോർ ഇസ് ദ പ്ലാന്റ് വാസ് ഓപ്പറേഷൻ. അത് പ്ലാന്റ് യൂസ് ഫാക്ടർ വെച്ചാൽ നമ്മൾ ഒരു പ്ലാന്റ് നമ്മളുടെ എത്രത്തോളം നമ്മൾ ആ പ്ലാന്റ് യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറാണ് എന്ത്, പ്ലാന്റ് യൂസ് ഫാക്ടർ. അത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റേഷൻ ഔട്ട്പുട്ട് ഇൻ കിലോ വാട്ട് അവർ. ഓക്കെ, അതായത് നമ്മൾ എത്രയാണ് ആ സ്റ്റേഷൻ ഔട്ട്പുട്ട്, സപ്പോസ് അതായത് എത്രയാണ് ഇതിൻ്റെ യൂണിറ്റ്സ്, ഔട്ട്പുട്ട് യൂണിറ്റ് എത്രയാണ്, ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഹവേഴ്സ് ഓഫ് യൂസ്. ഓക്കെ, സപ്പോസ് ഞാൻ പറയുകയാണ് സ്റ്റേഷൻ ഔട്ട്പുട്ട് ഒരു 800 കിലോ വാട്ടാണെന്ന് വെക്കാം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ 800 ആയിരിക്കും. അല്ല, കപ്പാസിറ്റി അതിനേക്കാളും കൂടുതലായിരിക്കും. കപ്പാസിറ്റി മേ ബി ഒരു 1000 കിലോ വാട്ട് അവർ ആവാം. ഓക്കെ, സോ ആ സ്റ്റേഷൻ ഞാൻ ഒരു 24 hours യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ 800/1000 × 24 ആണ് ഇതിൻ്റെ പ്ലാന്റ് യൂസ് ഫാക്ടർ എന്ന് പറയും. അതായത് സ്റ്റേഷൻ ഔട്ട്പുട്ട് എത്രയാണ്, ഡിവൈഡ് ബൈ പ്ലാന്റ് കപ്പാസിറ്റി ഇൻറ്റു ഹവേഴ്സ് ഓഫ് യൂസ്. പിന്നെ നമുക്കുള്ള ഒന്നാണ് ഓക്കെ, സോ ഇത് ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് 3-4 ഫാക്ടേഴ്സ് പഠിക്കാനുള്ളത്. പിന്നെ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യം, ഓരോ ഫാക്ടറിൻ്റെ വാല്യൂ അത് <1 ആണോ >1 ആണോ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ഡിമാൻഡ് ഫാക്ടർ ഈസ് ഓൾവേസ് <1, ലോഡ് ഫാക്ടർ ഈസ് ഓൾവേസ് <1, അതുപോലെ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഓൾവേസ് >1. അത് ഓർത്തിരിക്കാം. ഓക്കെ, ഒന്നും പഠിച്ചു വെക്കാം, മേ ബി ചോദിക്കാറുണ്ട്. ഒരുപാട് തവണ SSC ചോദിച്ച് കണ്ടൊരു ചോദ്യമാണ് ഇത്. ഓരോ ഫാക്ടറും ഏതാണ് യൂണിറ്റി, >യൂണിറ്റി, യൂണിറ്റി ഒക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അത് പഠിച്ചു വെക്കാം. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, ഇതൊരു ലാസ്റ്റ് ടോപ്പിക്കാണ്. ഇതിൽ ജനറേഷനിൽ വരുന്ന ടോപ്പിക്കാണ്, അതായത് ബേസ് ലോഡ് ആൻഡ് പീക്ക് ലോഡ്. എന്താണ് ബേസ് ലോഡ് വെച്ചാൽ, ബേസ് ലോഡ് മീൻസ് ദ അൺവാരിയിങ് ലോഡ് വിച്ച് ഒക്കേഴ്സ് ഓൾമോസ്റ്റ് ദ ഹോൾ ഡേ ഓൺ ദ സ്റ്റേഷൻ ഈസ് നോൺ ആസ് ബേസ് ലോഡ്. അതായത് നമ്മളൊരു ദിവസത്തെ ഈ ഗ്രാഫ് നോക്കുക നിങ്ങൾ. സപ്പോസ് ഞാൻ ഇവിടെ 24 hour കൺസിഡർ ചെയ്യാൻ ടൈം സ്ലോട്ടിൽ ഇവിടെ ലോഡ് ഉണ്ട് വെക്കുക. ഓക്കെ, സോ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ലോഡ്, അതായത് ആ ലോഡ് കൂടുകയോ കുറയൊന്നുമില്ല, ഒരു ബേസ് ലോഡ് നമ്മളെന്നെ പറയും. അത് എത്രയാണ് ഇതിനകത്ത് 20 MW. സോ ഈ ഒരു കേസിൽ 20 MW ആണ് ഈ ബേസ് ലോഡ് എന്ന് പറയുന്നത്. അത് ഏത് സമയത്ത് നമ്മൾ ആ 24 hourൽ എപ്പോൾ നോക്കിയാലും ആ ബേസ് ലോഡ് അവിടെ തന്നെ ഉണ്ടാവും. അതിനാണ് നമ്മൾ എന്താ പറയുക, ബേസ് ലോഡ് എന്ന് വിളിക്കുക. അത് അൺവേരിയിങ് ലോഡ് വിച്ച് ഒക്കേഴ്സ് ഓൾമോസ്റ്റ് ദ ഹോൾ ഡേ ഓൺ ദ സ്റ്റേഷൻ ഈസ് നോൺ ആസ് ബേസ് ലോഡ്. പിന്നെയുള്ളതാണ് പീക്ക് ലോഡ്. പീക്ക് ലോഡ് വെച്ചാൽ എന്താ, ദ വേരിയസ് പീക്ക് ഡിമാൻഡ് ഓഫ് ദി ലോഡ് ഓവർ ആൻഡ് എബോവ് ദ ബേസ് ലോഡ്. അതായത് ഈ ബേസ് ലോഡിന് മുകളിലായിട്ട് ചില സമയങ്ങളിൽ, ചില പീക്ക് ലോഡിൻ്റെ സമയത്ത് എക്സ്ട്രാ വരുന്ന ആ ഒരു എന്താ പറയുക ഡിമാൻഡ് അല്ലെങ്കിൽ പവർ യൂസേജിനാണ് നമ്മൾ എന്താ പറയുക പീക്ക് ലോഡ് എന്ന് പറയാം. ഓക്കെ, അത് ബേസ് ലോഡ് 24 hours ഉണ്ടാവും. പക്ഷേ ഈ പീക്ക് ലോഡ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. അത് മേ ബി ഒരു പീക്ക് ടൈമിൽ, സപ്പോസ് നമ്മൾ പറയാണ്ട് വൈകിട്ട് ഒരു 6 to 8 പീക്ക് പീരീഡാണ്. ആ സമയത്ത് നമ്മൾ ഈ ഫ്രിഡ്ജ് പോലുള്ള കാര്യങ്ങളൊക്കെ ഓഫ് ആക്കുകയെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സോ ഈ പീക്ക് ലോഡ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമേ പീക്ക് ലോഡ് ഒക്കർ ചെയ്യുള്ളൂ. പക്ഷേ ബേസ് ലോഡ് എന്താ 24 hours ഈ പറഞ്ഞ ബേസ് ലോഡ് ഉണ്ടാവും. ഓക്കെ, അത്രമാത്രമേ നോക്കുകയാണ്. ഇനി വേറെ കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൽ ഏത് പവർ സ്റ്റേഷൻ ഏത് ലോഡായിട്ട് യൂസ് ചെയ്യാമെന്ന് ചോദിക്കാറുണ്ട്. അത് പക്ഷേ നമുക്ക് എന്താ പറയുക, നമുക്ക് ഏതുമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങൾ, ഇപ്പോൾ സപ്പോസ് ഈ പമ്പ്ഡ് സ്റ്റോറേജ്, ഡീസൽ, ഗ്യാസ്, ഈ 3ഉം നമ്മൾ മിക്കവാറും പീക്ക് ലോഡ് മാത്രമായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അതായത് പീക്ക് ലോഡ് കോമൺലി യൂസ് ചെയ്യാറ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ എഫിഷ്യൻസി കുറഞ്ഞ പവർ സ്റ്റേഷനുകളാണ് നമ്മൾ പീക്ക് ലോഡായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അതിനകത്തൊരു എക്സാമ്പിളാണ് പമ്പ്ഡ് സ്റ്റോറേജ്, ഡീസൽ, ഗ്യാസ്, തെർമൽ. സോ ഈ 4 സാധനങ്ങൾ നമ്മൾ യൂഷ്വലി പീക്ക് ലോഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മിക്കവാറും SSC ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൺ ഈസ് യൂസ്ഡ് ആസ് എ പീക്ക് ലോഡ് എന്ന് ചോദിക്കാറുണ്ട്. സോ അതിൽ മേ ബി ഹൈഡ്രോ, തെർമൽ, ന്യൂക്ലിയർ, വിൻഡ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ പമ്പ്ഡ് സ്റ്റോറേജോ ഡീസലോ ഗ്യാസൊക്കെ ഉണ്ടാവും. കാരണം ഇതിൽ കുറച്ച് എഫിഷ്യൻസി കുറവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഗ്യാസ് ആയാലും ഡീസലൊക്കെ
തെർമലാണെങ്കിലൊക്കെ ഈ തെർമൽ എഫിഷ്യൻസി നമ്മൾ പഠിച്ചാൽ പറഞ്ഞത് എത്ര 30% ആയിരുന്നു തെർമൽ എഫിഷ്യൻസി. അതുപോലെ തന്നെ ഈ ഗ്യാസും ഡീസലാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഫ്യൂവലിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. നമുക്കറിയാം ഇപ്പോൾ ഡീസൽ പെട്രോൾ പ്രൈസൊക്കെ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എഫിഷ്യൻസി മൊത്തമായിട്ട് കുറവാണ്. ഈ ഗ്യാസ് ആണെങ്കിലും ഡീസലാണെങ്കിലും പമ്പ് സ്റ്റോറേജ് ആണെങ്കിലും ഒക്കെ എഫിഷ്യൻസി കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾ പീക്ക് ലോഡായിട്ട് ഉപയോഗിക്കുന്നത് ബേസ് ലോഡായിട്ട് അത് യൂസ് ചെയ്ത് നമുക്കറിയാം എഫിഷ്യൻസി കുറവാണ്. നമുക്ക് ഒരുപാട് ഈ പവർ ജനറേറ്റിംഗ് കമ്പനിക്ക് ഒരുപാട് നഷ്ടം വരും. സോ അങ്ങനെയുള്ള പവർ സ്റ്റേഷനുകൾ നമ്മളൊരു ആവശ്യം വരുമ്പോൾ നമ്മുടെ ബേസ് ലോഡിനേക്കാളും മുകളിൽ പെട്ടെന്നൊരു പീക്ക് ഹവറിൻ്റെ ആവശ്യം വരുമ്പോൾ മാത്രമേ നമ്മൾ അങ്ങനത്തെ ലോഡുകൾ ഉപയോഗിക്കാറുള്ളൂ. അതിനാണ് നമ്മൾ പീക്ക് ലോഡ് എന്ന് പറയാം. ഇനി ബേസ് ലോഡായിട്ട് നമ്മൾ കോമണായിട്ട് ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രോ, ന്യൂക്ലിയർ, വിൻഡ്, സോളാർ. ഇതൊക്കെ നമുക്ക് ബേസ് ആയിട്ട് ഉപയോഗിക്കാം. കാരണം അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കിട്ടുമോ. ഈ പറഞ്ഞ സോളാർ എനർജി ആണെങ്കിലും വിൻഡ് എനർജി ആണെങ്കിലും ഹൈഡ്രോ ന്യൂക്ലിയർ ആണെങ്കിൽ നമുക്ക് 24 hours നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ളതിന് നമ്മൾ ബേസ് ലോഡായിട്ട് കൊടുക്കുന്നു. തെർമൽ നമ്മൾ ബേസ് ലോഡായിട്ട് ഉപയോഗിക്കാറുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ 3 വാല്യൂസ് മിക്കവാറും പീക്ക് ലോഡായിട്ട് ഉപയോഗിക്കാറുള്ളൂ. കാരണം അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്. ഓക്കെ, സോ നമ്മൾ ഇതുവരെ ഒരു നമുക്ക് 25% അല്ലെങ്കിൽ 30% സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മേ ബി ഒരു 3 to 5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇത്രയും നമ്മൾ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ച ഈ ടോപ്പിക്കിൽ നിന്നായിട്ട് ഒരു 3 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ താരിഫ് ഉണ്ട്, അതുപോലെ ഫോൾട്ട് അനാലിസിസ് ഉണ്ട്. അത് രണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, സോ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.